ഇത് അച്യുതാനന്ദൻ ഗവൺമെന്റിന്റെ കാലത്ത് ഒരു നിസാർ കമ്മീഷൻ വെച്ചു. ആ നിസാർ കമ്മീഷനാണ് ഇത് ആവശ്യമില്ലാത്ത കാര്യം പറഞ്ഞത്, ഇത് വഖഫാണെന്ന് പറഞ്ഞത്. അതിനുശേഷം UDF ഗവൺമെന്റ് വന്ന് UDF ഗവൺമെന്റ് ഒരു നടപടി സ്വീകരിച്ചില്ലല്ലോ. അപ്പൊ 2019 ആയപ്പോഴാണ് ഇത് വഖഫാണെന്നും പറഞ്ഞ് അവർക്ക് കരമടക്കരുതെന്ന് പറഞ്ഞ് നോട്ടീസ് കൊടുത്തത്. അത് തെറ്റാണ്, അത് തെറ്റാണ്. അവരുടെ കയ്യിൽ നിന്ന് കാശും മേടിച്ചിട്ട് പിന്നെ വഖഫാണെന്ന് പറയുന്നത് എന്ത് പരിപാടിയാ? അവരുടെ കയ്യിൽ നിന്ന് പൈസ മേടിച്ച വഖഫ് എന്ന് പറഞ്ഞാൽ എന്താ? അത് ദൈവത്തിന് സമർപ്പിക്കുന്നതാണ് അല്ലേ നമ്മുടെ കാര്യം. അത് എന്തുകൊണ്ടാണ് വഖഫ് അല്ല എന്ന് പറയാൻ കാര്യം, ഇതിന്റെ അകത്ത് കണ്ടീഷൻ ഉണ്ട്. ഫറൂഖ് കോളേജ് ഈ കാര്യത്തിന് വേണ്ടി ചെലവാക്കിയാൽ തിരിച്ചു കൊടുക്കണമെന്ന്. വഖഫ് വയ്ക്കുമ്പോൾ അൺകണ്ടീഷണലാണ്, പെർമനന്റ് ഡെഡിക്കേഷനാണ് വഖഫ് എന്ന് പറഞ്ഞാൽ. ഇത് അതുകൊണ്ട് തന്നെ വഖഫല്ല. ഒന്ന്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, അപ്പൊ അവിടെ വേറെ ആളുകൾ താമസിക്കേണ്ടി ഇവരുടെ പൂർവികര് ആളുകൾ താമസിക്കുന്ന ഭൂമിയാണ് വഖഫാകുന്നത്. വഖഫാകാൻ പറ്റില്ല, ആളുകൾ താമസിക്കുന്ന ഭൂമി. മനസ്സിലായില്ലേ? പിന്നെ ഫറൂഖ് കോളേജ് മാനേജ്മെന്റ് ഇവരുടെ കയ്യിൽ നിന്ന്, അവിടെ താമസിക്കുന്ന ആളുകളുടെ കയ്യിൽ നിന്ന് പണം വാങ്ങിയിട്ടുണ്ട്. ഇത് കയ്യിലിരിക്കുന്ന ഫറൂഖ് കോളേജ് പറഞ്ഞത് ഇത് വഖഫല്ല, ദാനം കിട്ടിയ ഭൂമിയാണെന്ന്. ദാനം കിട്ടിയ ഭൂമി ആയതുകൊണ്ടാണല്ലോ അവര് പണം മേടിച്ചത്. അപ്പൊ ഇതൊക്കെ സർക്കാരിന് അറിയാവുന്ന കാര്യമാണ്. എന്നിട്ടും കേരള സർക്കാരിന്റെ കീഴിലുള്ള വഖഫ് ബോർഡിന്റെ നിലപാടെന്താ? സർക്കാർ അപ്പോയിന്റ് ചെയ്ത വഖഫ് ബോർഡല്ലേ, പൊളിറ്റിക്കൽ അപ്പോയിന്റ്മെന്റ് വഖഫ് ബോർഡ് കേരളത്തിലെ അല്ലേ? അവരുടെ നിലപാടെന്താ? എന്താ CPM വിചാരിക്കുന്നത്? സംഘപരിവാറിന്റെ പോലുള്ള ഒരു ദുഷിച്ച ചിന്ത കേരളത്തിലെ CPM നേതാക്കളുടെ ഇടയിലുണ്ട്. ഇത് അങ്ങ് വളർന്നോട്ടെ, ഇതങ്ങ് ഡിലേ ചെയ്ത് പോയി രണ്ട് മതങ്ങൾ തമ്മിൽ സംഘർഷം ഉണ്ടാകട്ടെ, അതിൽ നിന്ന് വല്ല ലാഭം കിട്ടുമെന്ന് നോക്കിയിരിക്കുക. ഒരാൾക്ക് ലാഭം കിട്ടാൻ പോകുന്നില്ല. ഈ വിഷയത്തിൽ മതേതര കേരളമാണ് എന്ന് കേരളത്തിലെ ജനങ്ങൾ തെളിയിക്കും.